ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് ഞാൻ എൻ്റെ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം, വ്യാഖ്യാനവും പ്രസംഗ സഹായിയും. വ്യാഖ്യാതാവിൻ്റെ ബൈബിൾ എന്ന സീരീസിൽ രണ്ടാമത്തെ വാല്യമാണ്. വ്യാഖ്യാതാവിൻ്റെ ബൈബിൾ എന്ന സീരീസിൽ 4 ഗ്രന്ഥങ്ങളാണ്. സുവിശേഷങ്ങൾക്ക് വ്യാഖ്യാനവും പ്രസംഗ സഹായിയും 4 ഗ്രന്ഥങ്ങളാണ് ഞാൻ തയ്യാറാക്കിയത്. 1997 യുവപ്രതിഭ അവാർഡ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഈ 4 ഗ്രന്ഥങ്ങൾക്കാണ് നൽകിയത്. അപ്പോൾ KCBC നൽകിയ അവാർഡിലെ രണ്ടാമത്തെ 4 വാല്യങ്ങളിൽ രണ്ടാമത്തെ വാല്യമാണിത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങി 16-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യം വരെയുള്ള എല്ലാ ഖണ്ഡികൾക്കും ചെറിയൊരു വ്യാഖ്യാനവും അതുപോലെ തന്നെ അത് സന്ദേശം പകർന്നു നൽകാനുള്ള സഹായിയുമാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ളത്. പ്രസിദ്ധ തിരക്കഥാകൃത്ത്, ചലനചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത്, അതുപോലെ സാമൂഹ്യ കലാ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന ജോൺ പോള് ഈ എന്നെക്കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാനൊന്ന് ഇതിനകത്ത് അതിൻ്റെ ഫ്ലാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കുകയാണ്. വിഭ്രമാത്മകമായ ഭ്രാന്തിൻ്റെയോ ഉന്മാദാവസ്ഥയുടെയോ ഒരവസ്ഥയിലായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വേദഗ്രന്ഥത്തെക്കുറിച്ച് ഇത്ര മനോഹരമായും അഗാധമായും എഴുതാനാകൂ. വിശ്വാസ വഴിയിൽ ജീവിതത്തിൻ്റെ പുനർവായന നടത്തുന്ന എഴുത്ത് വഴിയാണ് മാണിപ്പറമ്പിലച്ചൻ്റെ ജീവിതം. വിശ്വാസ വഴിയിലേക്ക് ചരിത്രത്തെ മാറ്റിമറിക്കുക എന്ന കർമ്മദൗത്യത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും പെരുമാറുന്നതിൽ നിന്നും ഭിന്നമായ രീതിയിൽ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. ആ ധർമ്മം ഒരു നിലപാടാണ്, ആ കർമ്മം ഒരു പെരുമാറ്റ രീതിയാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ പിറക്കുന്നതും നമ്മളത് നെഞ്ചേറ്റുന്നതും. ഇത് പരിഷ്കരിച്ച 3-ാമത്തെ പതിപ്പാണ്. 3-ാമത്തെ പതിപ്പ്. ഈ ജോൺ പോള് തൃശ്ശൂർ വഴി പോകുന്ന സ്ഥലത്തൊക്കെ എൻ്റെ ഓഫീസിൽ വരുമായിരുന്നു. ഞങ്ങൾ ധാരാളം സമയം ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങളുടെ തിരക്കഥകൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പുരോഹിതൻ അവന് സ്വന്തമല്ല എന്ന പുസ്തകം അദ്ദേഹമാണ് തർജ്ജമ ചെയ്തത്, ഫുൾട്ടൻ ജഷീൻ്റെ. നമ്മളത് പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെ മറ്റ് അനേകം കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം തീർച്ചയായിട്ടും അതിനകത്തൊരു ഒരു പുകഴ്ത്തലുണ്ട്. എങ്കിലും അത് ഒരു നുണയായിട്ട് കരുതേണ്ട കാര്യമില്ല. ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ പറയുന്നതിനകത്ത് കുറച്ച് സത്യമുണ്ടെന്ന്. ആരാണ് ദൈവം? ആരാണ് മനുഷ്യൻ? എന്താണ് ഈ പ്രപഞ്ചം? എന്താണ് ജീവിതം? മനുഷ്യചേതനയുടെ സർഗശക്തി വിനിയോഗിക്കപ്പെട്ടതെല്ലാം ഈ ചോദ്യങ്ങളുടെ ഉരുക്കഴിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ ഭവിതവ്യതയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിയുള്ള അന്വേഷണത്തിന് നിയതമായ ലക്ഷ്യം നിർദ്ദേശിച്ചത് യേശുക്രിസ്തുവാണ്. ദൈവത്തെ പോലെയാകാൻ ദൈവവചനം ധിക്കരിച്ചു ആദാം. ദൈവമാകാനായി ദൈവഹിതത്തിനും ദൈവവചനത്തിനും വിധേയനായി 2-ാം ആദമായ യേശുക്രിസ്തു. സൗഖ്യദായകനും സുവിശേഷ പ്രഘോഷകനും കുരിശിൽ മരിച്ചു ഉയർത്തവനുമായി യേശുവിനെ അറിയുന്നതിലൂടെ ദൈവരാജ്യം എന്തെന്ന് നമുക്കറിയാം എന്നാണ് മർക്കോസ് പഠിപ്പിക്കുന്നത്. യേശു നൽകുന്ന രോഗശാന്തികൾക്കും യേശുവിൻ്റെ പ്രബോധനങ്ങൾക്കും വിശേഷപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. അത് കുരിശാണ്. അതിനാൽ കുരിശിൻ്റെ ദൈവശാസ്ത്രമാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത്. തിയോളജിയ ക്രൂസിസ് എന്ന് ലത്തീനിൽ പറയും. കുരിശിൻ്റെ ദൈവശാസ്ത്രം. അത് മനസ്സിലാക്കാൻ ഞാനൊരു എളുപ്പവഴി പറയാം. നമ്മൾ കുരിശ്, ആ കുരിശിൻ്റെ പുറകിൽ ഇരിക്കുകയെന്ന് കരുതുക. നമ്മൾ ആദ്യം കുരിശ് കാണും, പിന്നെയാണ് കർത്താവിനെ കാണുക. മർക്കോസ് അങ്ങനെയാണ് ചെയ്യുന്നത്. മർക്കോസ് കർത്താവിൻ്റെ കുരിശിൻ്റെ പുറകിലിരിക്കുകയാണ്. പുറകിലിരുന്നിട്ട് കുരിശിലേക്ക് നോക്കുകയാണ്, കർത്താവിനെ നോക്കുകയാണ്. ആദ്യം കുരിശ് കാണുന്നു, കുരിശിൻ്റെ നിഴലിലാണ് കർത്താവിനെ കാണുന്നത്. ആ തരത്തിലാണ് മർക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ കുരിശിൻ്റെ മുകളിലിരുന്നിട്ട് കർത്താവിനെ നോക്കുകയാണ്. ആ തരത്തിലാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. മർക്കോസ് പുറകിലിരുന്നിട്ട്, കുരിശിൻ്റെ പുറകിലിരുന്നിട്ട് കർത്താവിലേക്ക് നോക്കുന്നു. ആദ്യം കുരിശും കുരിശിൻ്റെ നിഴലിൽ കർത്താവിനെയും കാണുന്നു. ആ തരത്തിലാണ് മർക്കോസ് സുവിശേഷം എഴുതിയത്. കുരിശിൻ്റെ നിഴലിലല്ലാതെ യേശുവിനെ അവതരിപ്പിക്കുകയില്ല മർക്കോസ്. തുടക്കം മുതൽ അവസാനം വരെ അത് പ്രകടമാണ്. അത് ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും സന്ദേശം പകരുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. ഇതിപ്പോൾ 3-ാമത്തെ പതിപ്പെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം. ഏകദേശം ഒരു 9,000-ഓളം കോപ്പികൾ. ഇതിൻ്റെ കോപ്പികൾ തീരാൻ പോവുകയാണ്. ഒരു 100-ഓളം കോപ്പികളേ ഉള്ളൂ. ഇനി 4-ാമത്തെ പതിപ്പ് പഠിക്കണം. എന്ന് വെച്ചാൽ ഒരു 9,000-ത്തിലധികം കോപ്പികൾ
ഈ 4 വോള്യങ്ങളുടെയും വിറ്റുപോയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ കുറച്ചധികം കോപ്പി പോയിട്ടുണ്ട്. അതിൻ്റെ 5ാമത്തെ പതിപ്പായി, 4ാമത്തെ പതിപ്പോ 5ാമത്തെ പതിപ്പോ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ധാരാളം പേര് ഈ പുസ്തകം കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വാങ്ങിക്കാത്തവർ വാങ്ങിക്കുക, വാങ്ങിച്ചിട്ടുള്ളവർ കൂടുതൽ ആഴപ്പെട്ട് പിന്നെയും വായിക്കുക, പറഞ്ഞു കൊടുക്കുക, ചർച്ച ചെയ്യുക. അങ്ങനെ 2033 എന്ന് പറയുന്ന മഹാജൂബിലി വത്സരം നമ്മുടെ കർത്താവ് യേശുവംശം മരിച്ചിട്ട് കൃത്യം 2000 വർഷം തികയുന്നു. നമ്മുടെ കർത്താവ് യേശുവംശം മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്നു 2033. ആ 2033 നവവത്സര ഒരുക്ക ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടും ഈ പുസ്തകങ്ങൾ വാങ്ങിച്ച്, വായിച്ച്, പഠിച്ച്, പ്രാർത്ഥിച്ച്, പ്രചരിപ്പിച്ച് മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുത്ത് അങ്ങനെ ഒരു വലിയ വചനോത്സവം സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.